Amen. Praise the Lord. Praise the Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടൊരു സമയം നമുക്ക് ഒരുമിച്ച് ദൈവസാന്നിധ്യത്തിലായിരിക്കുവാൻ വീണ്ടും സർവശക്തനായ ദൈവം സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം ദൈവസാന്നിധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം അതിൻ്റെ 22 വാക്യം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. നമുക്കെല്ലാം വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ്. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ നമുക്കെല്ലാം നാം വിശ്വാസികൾ എന്നുള്ള പേരുള്ളത് നാം ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. അവൻ്റെ കാൽവറിയിലെ ആ മരണത്തിൽ വിശ്വസിച്ച് നാം ക്രിസ്തുവിൽ ഉറച്ച് വിശ്വാസത്തോടെ അവനിൽ വേരൂന്നി ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ ഒരു പേരുള്ളത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം പലപ്പോഴും എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കാതെ വരുന്ന ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കും, കർത്താവെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി, എന്തുകൊണ്ടാണ് ഒരു പ്രയാസം, നാം അൺഎക്സ്പെക്റ്റഡായിട്ട് അപ്രതീക്ഷിതമായ ചില വിഷയങ്ങൾ നമ്മുടെ മുൻപിലേക്ക് പെട്ടെന്ന് ഓടിയെടുക്കുമ്പോഴാണ് പലരുടെ ജീവിതത്തിലും വിശ്വാസം കുലുങ്ങിപ്പോകുന്ന പല സംഭവങ്ങളും ഉണ്ടാകുന്നത്. കാരണം ഈ പാകിസ്ഥാൻ്റെ ബോർഡറിൽ ഞാനായിരിക്കുമ്പോൾ തന്നെ അനേകർ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നും അതുപോലെ വടക്കേന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും പലരും പല ദൈവമക്കളും അല്ലാത്തവരും പലരും വിളിക്കാറുണ്ട്. എന്നാൽ ഞാൻ വളരെയധികം എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൽ ഉറച്ച് ദൈവത്തിൻ്റെ ദൈവവേലയിലായിരിക്കുന്നവർ പോലും കുലുക്കുന്ന, അല്ലെങ്കിൽ അവരെ പോലും വളരെയധികം പിടിച്ച് ഉലയ്ക്കുന്ന ചില സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവരുടെ വിശ്വാസം അത് തകർന്നു പോകുന്ന അവസ്ഥയിൽ, നിരാശപ്പെടുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ അവർ വളരെയധികം പ്രതികൂലമായ ആ സാഹചര്യത്തെ നേരിടുവാൻ കഴിയാതെ തിരമാലകളാൽ, ഓളങ്ങളാൽ, പ്രതിസന്ധിയുടെ ഓളങ്ങളാൽ ആ ജീവിതത്തിൻ്റെ പടക് ആടി ഉലയുമ്പോൾ ആ വള്ളത്തെ, അല്ലെങ്കിൽ ജീവിതമാകുന്ന വള്ളത്തെ, ജീവിതമാകുന്ന വഞ്ചിയെ, ആ ജീവിതമാകുന്ന ബോട്ടിനെ പിടിച്ചു നിർത്തുവാൻ, നങ്കൂരമിടുവാൻ തക്കവണ്ണം ദൈവവചനത്തിൻ്റെ ആ ഒരു ഉറപ്പ് അവരുടെ അകത്തേക്ക് കയറാതെ പോകുന്ന ഒരവസ്ഥ പോലെ അവരെ പ്രതിസന്ധികൾ അവരെ അങ്ങനെ വളരെയധികം അലട്ടുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു തൻ്റെ ശിഷ്യന്മാരോട് ഉത്തരം പറയുന്നത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. അതിനു മുൻപുള്ള വചനം നാം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, അവർ ബെഥാനിയിൽ നിന്നും അവർ യെരുശലേമിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലുമായിരുന്നു ദൈവത്തിൻ്റെ വചനവുമായി. യേശു തൻ്റെ ഐഹിക ജീവിതത്തിൽ താൻ ചെയ്യുന്ന ശുശ്രൂഷ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ബെഥാനിയിലെ വൃക്ഷം വളരെയധികം അവൻ കടന്നു പോകുമ്പോൾ നമ്മൾ അതിൻ്റെ 20 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവിടെ കാണുവാൻ സാധിക്കുന്നു, രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ആ അത്തിവൃക്ഷത്തെക്കുറിച്ച് അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് കാണുന്നു 11 വാക്യത്തിൽ, അവൻ യെരുശലേമിൽ ദൈവാലയത്തിലേക്ക് ചെന്നു സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരവരോടുകൂടെ ബെഥാനിയിലേക്ക് പോയി. അതിൻ്റെ അടുത്ത വാക്യം നമുക്ക് കാണാൻ സാധിക്കുന്നു, പിറ്റേന്നാൾ അവർ ബെഥാനിയ വിട്ടുപോകുമ്പോൾ അവന് വിശന്നു. യേശുവിന് വിശന്നതായി കാണുന്നു. 13 വാക്യത്തിൽ, അവൻ ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു, അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ചു ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല, അതു അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലാഞ്ഞു. നമുക്കിവിടെ കാണുവാൻ കാലം അല്ലായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിന് വിശ്വാസം നമുക്കെല്ലാം സുപരിചിതമാണ്. യേശു വളരെ ദൂരത്തു നിന്നാണ് വളരെ ഇലയുള്ള, അല്ലെങ്കിൽ നല്ല തഴച്ചു വളർന്നു നിൽക്കുന്ന അത്തിവൃക്ഷത്തെ കാണുന്നത്. ആ അത്തിവൃക്ഷം അവൻ ദൂരത്തുനിന്ന് കാണുന്നു. അവന് വിശന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് വെച്ചു അതിന് അരികേക്ക് ചെന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നാം ആകുന്ന വൃക്ഷം മറ്റു പലരും പുറത്തു നോക്കുമ്പോൾ വളരെ ഇല നിറഞ്ഞ നല്ല ഫലവത്തായ അവസ്ഥ പോലെ കാണുന്നു. എന്നാൽ അതിന് അടുത്ത്
അടുത്തെത്തുമ്പോൾ വല്ല ഫലവും ദൈവം നാം ആകുന്ന വൃക്ഷത്തിൻ്റെ അടുത്തേക്ക്, നാം ആകുന്ന വ്യക്തിത്വം അല്ലെങ്കിൽ നാം ആകുന്ന ഒരു വൃക്ഷം ദൈവം നട്ടിരിക്കുകയാണ് നമ്മളെ ഓരോ സ്ഥലത്ത്. ഞങ്ങളാകുമ്പോൾ ഇവിടെ പഞ്ചാബിൽ ദൈവം നട്ടിരിക്കുന്നു. നാം ആകുന്നത് ആ നട്ടിരിക്കുന്ന സ്ഥാനത്ത് നാം വളരെയധികം ഫലപുഷ്ടമാണ്. വളരെയധികം ദൈവത്തിന് ഏത് സമയത്തും ഇത് നമുക്ക് കാണാൻ സാധിക്കുന്ന സീസൺ അല്ലായിരുന്നു, അത്യഫലത്തിൻ്റെ സീസൺ അല്ലായിരുന്നു. പക്ഷേ യേശു ആഗ്രഹിക്കുന്ന ഫലം കിട്ടുമോ? ദൈവജനം കാണും നമ്മൾ സീസൺ ഓർ ഔട്ട് ഓഫ് സീസൺ, ആ സീസൺ ആകട്ടെ അല്ലാത്ത സീസൺ അല്ലാത്ത സമയമാകട്ടെ നമ്മളിൽ ഫലം ഉണ്ടാകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ഫലവത്തായി തീരുവാനായി ദൈവം ആഗ്രഹിക്കുന്ന ഫലം. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വ്യക്തമായി ഇടപെട്ട ഒരു കാര്യമുണ്ട്. നാം ഏത് സ്ഥിതിയിലാണെങ്കിലും ആ അവസ്ഥയിൽ ഒരു കൊടും തീച്ചൂളിയുടെ മധ്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു തിരമാലയുടെ അകത്തായിരിക്കാം, അല്ലെങ്കിൽ നാം ആയിരിക്കുന്നത് വലിയ കൊടുങ്കാറ്റും വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലായിരിക്കാം. എന്നാൽ ദൈവം അതിൻ്റെ മധ്യത്തിൽ നമ്മിലൂടെ ചില ഫലം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മിലൂടെ ഒരു ഫലം എന്ന് ഞാൻ പറയുന്നത് പല പ്രതിസന്ധികളുടെ മധ്യത്തിൽ ക്ഷമയെന്ന ഫലം, ഒരു ക്ഷമയെന്നുള്ള ഒരു ഫലമാണ് ദൈവം പലപ്പോഴും. നാം ഒരുപക്ഷെ ഒരു വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം, അതല്ല എങ്കിൽ മറ്റൊരു വ്യക്തിയോട് ക്ഷമിക്കുവാനുള്ള ക്ഷമ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ഉത്തരം ലഭിക്കുവാനുള്ള ക്ഷമ. ഈ ക്ഷമയെന്നുള്ള ഫലം ദൈവം അന്വേഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഞാനൊരു ഉദാഹരണമായിട്ടാണ് അത് പറയുന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ പലപ്പോഴും പല കുടുംബജീവിതങ്ങൾ തകർന്നു പോകുന്നത്, പലർ അവരുടെ ജീവിതത്തിൻ്റെ വളരെയധികം ആടിയുലയുന്ന അവസ്ഥയിലായിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി ഒരു ട്രെയിനിങ് പീരീഡ് എന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ, എന്നോട് വ്യക്തിപരമായി ദൈവം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നാം കടന്നു പോകുന്ന വഴികൾ അത് മുള്ളും പറക്കാരയും വലിയ പ്രതിസന്ധിയും നിറഞ്ഞ ഒരു ജീവിത സാഹചര്യമാണ്. എന്നാൽ ദൈവം എന്തുകൊണ്ടാണ് നാം ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചു തികഞ്ഞ വിശ്വാസത്തോടെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വചനത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രതികൂലത്തിൻ്റെ അകത്തുകൂടെ ദൈവം നമ്മെ കയറ്റിവിടുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ചൊരു കാര്യമുണ്ട്. ഒരു പരിശീലന കാലഘട്ടം, ഒരു പരിശീലനം. കാരണം തൻ്റെ ശിഷ്യന്മാരെ മാത്രമേ ദൈവം പരിശീലിപ്പിക്കുന്നുള്ളൂ. വിശ്വാസികളോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ദൈവം തൻ്റെ ശിഷ്യന്മാരോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി ശിഷ്യന്മാർ ചെന്ന് മറ്റ് ജനത്തോട് അത് സംസാരിക്കുന്ന കാര്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നാം ഉറച്ചിരിക്കുവാൻ, ധൈര്യപ്പെട്ടിരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ. അതുകൊണ്ടാണല്ലോ പൗലോസ് തൻ്റെ കാരാഗ്രഹ ജീവിതത്തിൽ, റോമൻ കാരാഗ്രഹത്തിൽ താനായിരുന്ന സമയത്ത് താൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം എല്ലാവർക്കും സുപരിചിതമാണ്. റിജോയ്സ് ഇൻ ദ ലോർഡ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. ദൈവത്തിൽ സന്തോഷിപ്പിൻ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷിപ്പിൻ. അത് എഴുതുമ്പോൾ താൻ ചങ്ങലയ്ക്ക് ബന്ധിക്കപ്പെട്ട് താൻ ആ കാരാഗ്രഹത്തിലായിരിക്കുന്ന സമയത്ത് തനിക്കൊരു സ്വാതന്ത്ര്യമില്ല. സ്വയമായ ആഗ്രഹങ്ങളെല്ലാം മരിച്ചുപോയി. സ്വയമായ തൻ്റെ ഇച്ഛകൾ, തൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഒരിക്കലും നിറവേറ്റപ്പെടുവാൻ സാധ്യമല്ലാതെ വണ്ണം തൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ, പക്ഷേ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവം ആഗ്രഹിച്ച ഫലമാണ് സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഫലം. തനിക്ക് അകത്തൊരു ആനന്ദമുണ്ട്, ക്രിസ്തുവിൽ ആനന്ദമുണ്ട്, ക്രിസ്തുവിലൊരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഫിലിപ്പിയ സഭയ്ക്ക് അവൻ എഴുതുവാൻ ഇടയായി തീർന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷിപ്പിൻ. അപ്പോൾ ആ സമയത്ത് പൗലോസ് ആകുന്ന വൃക്ഷം അല്ലെങ്കിൽ പൗലോസാകുന്ന വ്യക്തിത്വത്തിലൂടെ ദൈവം ആഗ്രഹിച്ച ഫലം സന്തോഷത്തിൻ്റെ അതാണ്. ഫിലിപ്പിയയിലുള്ള ആ സഭ നിരാശപ്പെട്ട് സന്തോഷിക്കുവാൻ കഴിയാതെ, ആനന്ദിക്കുവാൻ കഴിയാതെ, തങ്ങളുടെ ആത്മീക നേതാവിൻ്റെ പ്രതിസന്ധിയിൽ അവർ വളരെയധികം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ താൻ അവരെ ഉത്തേജിപ്പിക്കുകയാണ്. ആ പ്രതിസന്ധിയിൽ ദൈവം പൗലോസിലൂടെ ആഗ്രഹിച്ച ഒരു ഫലമുണ്ട്. ആ ഫലം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഫലം, ആനന്ദത്തിൻ്റെ ഫലം. ഒരുപക്ഷെ പൗലോസ് ആയിരിക്കുന്ന അവസ്ഥ യഥാർത്ഥമായിട്ടും ഫിലിപ്പിയ സഭയിലുള്ളവർക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അവൻ കടന്നു പോകുന്ന അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എപ്പോഴും സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് ആ പൗലോസിനെ കുറിച്ച് ആഗ്രഹിച്ചത് സന്തോഷിക്കുവാനുള്ള ഒരു ഫലമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും നാം അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന സഭ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിലും അവർക്കൊരു ക്ഷമയുടെ ഫലമാണ് വേണ്ടത്. ക്ഷമയോടെ കാത്തിരിക്കുക,
കാത്തിരിക്കുവാൻ, പത്രോസിന്റെ വിടുതലിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ക്ഷമ വേണം. അവർ പത്രോസിനെ കാണുന്നു, ആ ബാലിക്കാരി പത്രോസിനെ കാണുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ ബാലിക്കാരിയുടെ ശബ്ദം കേട്ടു, ബാലിക്കാരി പത്രോസിന്റെ ശബ്ദം കേൾക്കുന്നു, പത്രോസാണ് വന്നതെന്ന് അറിയുന്നു. പക്ഷേ എന്താ പറയുക, സഭയ്ക്ക് ഉള്ള ഒരു ഫലമാണ് ആ സമയത്ത് വേണ്ടത്. ക്ഷമയോടെ കാത്തിരിപ്പ്, ആ വിശ്വാസത്തിന്റെ ഫലം, അല്ലെങ്കിൽ ഒരു പ്രത്യാശയുടെ ഫലം അവരുടെ ജീവിതത്തിൽ അവർ കാത്തിരിക്കുകയാണ്. പക്ഷെ ആ കാത്തിരിപ്പിൽ എവിടെയോ ഒരു വിശ്വാസം ക്ഷയിച്ചു പോകുന്ന ഒരു അവസ്ഥ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കാണുകയാണ്. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അതിൻ്റെ നാം വായിച്ച് കേട്ട വേദഭാഗമാണല്ലോ. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ. അപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. കാരണം ഏത് പ്രതിസന്ധികളിലും നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ഒരു ശബ്ദമാണ്, അല്ലെങ്കിൽ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ സംശയിക്കാതെ, പലപ്പോഴും സംശയമാണ് പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതിരിക്കുന്നതിനുള്ള ഒരേ ഒരു കാരണമെന്ന് നമ്മുടെ സംശയമാണ്. പലപ്പോഴും ദൈവം ആഗ്രഹിക്കാത്ത ചില പ്രാർത്ഥന ഉണ്ടായിരിക്കാം, നമുക്കത് വളരെ വ്യക്തതയുള്ളതാണ്. കാരണം ദൈവഹിതമല്ലാതെ നാം പ്രാർത്ഥിക്കുന്നതിന് ദൈവം എപ്പോഴും നോ പറയുന്നു. ദൈവഹിതമുള്ളത് ദൈവം വെയിറ്റ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ദൈവഹിതമുള്ളത് ദൈവം വേഗത്തിൽ ഉത്തരം നൽകുന്നു. നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട്. പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു 16 വയസ്സുള്ള സമയത്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അനേകരോട് നീ നിന്റെ സാക്ഷ്യം പറയും. അത് അനേക TV പ്രോഗ്രാമുകളിൽ നിസ്സാക്ഷ്യം പറയും, അനേകരോട് നിസ്സാക്ഷ്യം പറയുന്ന ഒരു കാര്യം. അത് ഞാൻ ദർശനത്തിൽ കാണുകയാണ്. ഞാൻ ജമ്മു കാശ്മീരിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ഞാൻ എൻ്റെ സഹോദരനോട് പറയാനിടയിൽ തീർന്നു, ഞാനിങ്ങനെ TV-യിലെല്ലാം സാക്ഷ്യം പറയുന്ന, അല്ലെങ്കിൽ ഓൺലൈനുകളിൽ സാക്ഷ്യം പറയുന്ന ഒരു കാര്യം പരിശുദ്ധാത്മ വ്യക്തതയോടെ എന്നോട് പറയുന്നു. പക്ഷെ അനേക വർഷങ്ങൾ അതിനു വേണ്ടി ഞാൻ ഒരിക്കലും സംശയിച്ചില്ല എന്നത് നടക്കും എന്നത്. വർഷങ്ങൾ പലത് കടന്നുപോയി. പക്ഷേ എന്നാണ് അതിന് ഒരു പൂർത്തീകരണം വരുന്നത്? ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്, നമ്മുടെ എല്ലാ കാര്യത്തിലും സകലത്തിലും ദൈവം നമ്മോട് സംസാരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മോട് സംസാരിക്കുന്ന ദൈവഹിതമുള്ളതാണ് ദൈവം സംസാരിക്കുന്നത്. പലപ്പോഴും ദൈവം നമ്മോട് സംസാരിച്ചു കഴിഞ്ഞത് ദൈവഹിതമാണോ എന്ന് പിന്നെയും നാം ചോദിക്കേണ്ടതില്ല. കാരണം ദൈവം നമ്മോട് സംസാരിച്ചു. നമ്മുടെ ഹൃദയത്തിൽ നാം എന്ത് ചെയ്യുന്നു? ആരെങ്കിലും അവരുടെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട്, ഇവിടെ ദൈവം പറയുന്നതും ഈ മലയോടാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ആയിരിക്കാം, നമ്മൾ എന്താണെങ്കിലും നമ്മളത് അങ്ങനെ പറഞ്ഞാൽ ദൈവം പറയും നാം പറഞ്ഞതുപോലെ സംഭവിക്കും. നാം എന്ത് പറഞ്ഞാലും അത് പറഞ്ഞതുപോലെ സംഭവിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഞാൻ കഴിഞ്ഞ ഈ വർഷക്കാലം, ഈ 2024 കാര്യമാണ്, 24 വളരെയധികം ബ്ലീഡിങ് ആയി വളരെ പ്രതിസന്ധിയോടെ ഞാൻ 2 ഹോസ്പിറ്റലുകളിൽ കടന്നു പോകാൻ ഇടയിൽ തീർന്നു. കാരണം ശരീരമെല്ലാം ക്ഷീണിച്ച് വല്ലാത്തൊരവസ്ഥയിൽ, വളരെ പ്രതിസന്ധിയിൽ. ആദ്യത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, വലിയൊരു ഗ്രോത്താണ്, രക്ഷപ്പെടാൻ സാധ്യതയില്ല, മീൻസ് ഗ്രോത്ത് വളർന്നുകൊണ്ടിരിക്കുക, അത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അപകടമാണ്, അതാണ് ഓപ്പറേഷൻ ചെയ്യണം. രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു വേറൊരു ജസ്റ്റ് എന്നെ ഒന്ന് ഗൈഡ് ചെയ്തു. ഞാൻ അവിടെ ചെന്നപ്പോഴും ഒരു കാര്യവുമില്ല. കാരണം ഒന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഒന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. രണ്ടിടത്തും പറഞ്ഞു ഒരു നിവൃത്തിയില്ല. കാരണം ഗ്രോത്ത്, അത് നല്ലൊരു ഗ്രോത്ത് ഉണ്ട്, അത് വളർന്നുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ, ഇന്നെന്ന പോലെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ വലിയ അപകടമാണ്. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു, ഒരു ഓപ്പറേഷൻ, മേജർ ഓപ്പറേഷൻ നടന്നാൽ ഒരു 2-3 മാസം എനിക്ക് എന്താ പറയുക, മിഷൻ ഫീൽഡിൽ പോകാനൊക്കെ ഇല്ല. അനേകർ, നമ്മൾ മിഷൻ ഫീൽഡിൽ ചെന്നില്ലെങ്കിലുള്ള പ്രതിസന്ധി, അനേകരോട് സുവിശേഷം പറയണം, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ അവരുടെ മുമ്പിൽ അനേകർ ആദ്യമായിട്ടാണ് യേശുവിനെ അറിയുന്നത്, ആദ്യമായിട്ടാണ് യേശു എന്നുള്ള ശബ്ദം പോലും കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. പല ചേരികളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവർക്കൊന്നും യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല. അവരൊരിക്കലും യേശു ആരെന്ന് അവർക്കറിയില്ല. കാരണം പലരും ആ പേര് പോലും അവർക്കറിയില്ല. യേശു ആരെന്നോ, യേശു എന്തിനു വേണ്ടിയാണ് ഈ ലോകത്ത് വന്നതെന്ന് പോലും അറിയില്ല. അങ്ങനെയെങ്കിൽ അവരുടെ മധ്യത്തിൽ നാം പല സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ദൈവത്തോട് വേണ്ടി, കർത്താവേ അവരെയൊക്കെ നേടണമെങ്കിൽ, അവരെ ശുശ്രൂഷിക്കണമെങ്കിൽ, അവരോട് കൂടെ ചേർന്ന് നിൽക്കണമെങ്കിൽ എനിക്ക് ഒരു സൗഖ്യം വേണം. ഒരു ഓപ്പറേഷൻ അല്ല, മറിച്ചൊരു സൗഖ്യം വേണം. പല വിദേശങ്ങളിലുള്ള എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ അവരുമായി അത് ഷെയർ ചെയ്തു. കാരണം ഞാനുമായി പ്രാർത്ഥിക്കുന്നവർ, നേഴ്സുമാർ, അതുപോലെ ഞാനുമായി പ്രാർത്ഥിക്കുന്ന ഇതേ അനുഭവത്തിൽ ഓപ്പറേഷൻ നടന്നവർ,
അറിയുന്നവർ അവരെല്ലാം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ പറയുക, ഏറ്റവും ബെറ്റർ, കാരണം നമ്മുടെ നാട്ടിലെല്ലാം പോകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യുക, അങ്ങനെ ഒരു സംഭവമായിരുന്നു. എന്നാൽ ഞാൻ ചിന്തിച്ചു നാട്ടിൽ പോകുമ്പോൾ ഒന്ന് കാണിച്ചാലോ. എന്നാൽ ദൈവം അത്ഭുതകരമായി, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, നാം മുട്ടുമേൽ നിൽക്കുന്നുവെങ്കിൽ, നാം ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, അസഹനീയമായ വേദനയാണ്. ഒരു ബലൂൺ പോലെ, ബലൂണിൽ വെള്ളം നിറച്ചാൽ എങ്ങനെയിരിക്കും, അതുപോലെ വയറിൻ്റെ അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിൽ വളരെ വേദനപ്പെട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കരം വെച്ച് പ്രാർത്ഥിക്കുവാനിടയെ തീർന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വയറ് വളരെയധികം വയറിൻ്റെ സ്ഥിതി മാറി നോർമൽ സ്ഥിതിയിലേക്ക് യഥാസ്ഥാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു പൂർണ്ണ സൗഖ്യത്തിൻ്റെ കരം ദൈവം തൊട്ട് സൗഖ്യമാക്കുവാനിടയെ തീർന്നു. അത്ഭുതമെന്ന് പറയട്ടെ. അതിനുശേഷം എല്ലാ ഫങ്ഷനും, ശരീരത്തിൻ്റെ ഫങ്ഷൻസ് നോർമലാകത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുവാനിടയെത്തും. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ഞാൻ വ്യക്തതയോടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. പല അനുഭവത്തിലൂടെ ദൈവം കൊണ്ടുപോയി. ക്യാൻസറിൻ്റെ രോഗത്തിൽ നിന്നുള്ള സൗഖ്യങ്ങൾ ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഇങ്ങനെയുള്ള അനവിധ കാര്യങ്ങൾ ഒരു അത്ഭുതമായി, മെഡിക്കൽ സയൻസിന് അത്ഭുതം എന്ന പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഒരു അനുഭവമാണ്. കാരണം നമ്മുടെ ആ പ്രതിസന്ധിയിൽ, എൻ്റെ ആ അസഹനീയമായ വേദനയിൽ, അല്ലെങ്കിൽ ആ നീര് വെച്ച് വല്ലാതിരിക്കുന്ന ആ അവസ്ഥയിൽ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിച്ചത്, എൻ്റെ ഫലം എന്താണ്? ആ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ അസഹനീയമായ വേദനയിൽ എൻ്റെ ഫലം, ആ ഫലം ദൈവം ആഗ്രഹിച്ചത് നമ്മുടെ വിശ്വാസം എന്നുള്ള ഫലമാണ്. നമ്മൾ ആ സമയത്ത് വിശ്വാസം എന്നുള്ള ഫലം, കാരണം നമ്മൾ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 വാക്യങ്ങൾ നമുക്ക് കാണുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് ഞാൻ കാണുന്നത്. അതിന് ഒന്ന് വിശ്വാസം എന്ന ഫലമാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം അല്ലെങ്കിൽ അത്തിയുടെ അടുത്തേക്ക് കടന്നുപോയി, അത്തിയിൽ ഫലം കണ്ടില്ല. ദൈവവചനത്തിൽ കാണുന്നു 9 ഫലങ്ങളെക്കുറിച്ചും കാണുവാൻ സാധിക്കുന്നു. ആ 9 ഫലം, അതിൽ ദൈവം ആഗ്രഹിച്ചത് എന്താണ്? ദൈവം ആഗ്രഹിക്കുന്നത് ഏത് സമയത്താണെങ്കിലും അതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? പലപ്പോഴും മറ്റൊരു വ്യക്തിയുമായി ഞാൻ സംസാരിച്ചപ്പോൾ, വളരെ പ്രായം ചെന്ന ഒരു വ്യക്തിയാണ്, പ്രായം ചെന്ന് 1-2 പേരുണ്ട്. അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരെന്നോട് പറയുവാനിടയെ തീർന്നു, അവർ ശുശ്രൂഷയിലൊക്കെ ആണെങ്കിലും ഇന്ദ്രിയ ജയം അവർക്കില്ലാതിരിക്കുന്ന ഒരവസ്ഥ. അവരുടെ വ്യക്തിപരമായ ഒരു കാര്യമാണ് അവർ സംസാരിച്ചത്. അവർക്ക് പ്രായമുണ്ട്, അവർക്ക് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഈവൻ ചിലവർക്ക് കൊച്ചുമക്കൾ വരെയുണ്ട്. പക്ഷേ ഇന്ദ്രിയ ജയം ഇല്ലാതിരിക്കുന്ന അവസ്ഥ, പരീക്ഷ വരുമ്പോൾ അതിനെങ്ങനെ ജയിക്കണമെന്നറിയാതിരിക്കുന്ന അവസ്ഥ പോലെ. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നാം ഏത് പ്രതിസന്ധിയിലും, ദൈവം നമ്മുടെ ഒരു പരീക്ഷ, ഏത് തരത്തിലുള്ള പരീക്ഷയാണെങ്കിലും അതിനനുസരിച്ചുള്ള ഫലമാണ് ദൈവം നോക്കുന്നത്. ഈവൻ ഞാൻ സംസാരിച്ച ആ 2 വ്യക്തികൾ, അവരുടെ ജീവിതത്തിൽ അവർ പറയുവാനിടയെ തീർന്നു, അവർക്ക് ജീവിത സഖികളുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്, പക്ഷേ അവർക്ക് ഇന്ദ്രിയ ജയം ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് അവർ പറയുവാനിടയെ തീർന്നു. അവർ പറഞ്ഞപ്പോൾ എന്നോട് ദൈവാത്മാവ് സംസാരിച്ച ഭാഗമാണ് ഈ ഗലാത്യ ലേഖനത്തിൻ്റെ, നമുക്കെല്ലാം സുപരിചിതമായ ഭാഗമാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായം. നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവിടെ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതിലൊന്നാണല്ലോ ഇന്ദ്രിയ ജയം എന്നുള്ളത്. അപ്പം ദൈവം ആ ഒരു പ്രതിസന്ധിയിലൂടെ കടത്തിവിട്ട് ആ വ്യക്തിക്ക് ഇന്ദ്രിയ ജയം അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ആ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ആ പരീക്ഷയെ ജയിക്കുവാനുള്ള ഇന്ദ്രിയ ജയമുണ്ടോ? അപ്പം അവിടെ ആ ഫലം കണ്ടില്ല എങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അത്തിവൃക്ഷത്തെ അതിൻ്റെ വേരോടെ ഉണങ്ങിപ്പോയ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്തിവൃക്ഷം ദൈവം ആഗ്രഹിച്ച ഫലം അവിടെ കണ്ടില്ല, പിന്നത്തേതിൽ അത്തിവൃക്ഷമില്ല. അപ്പോൾ ദൈവം പറയുകയാണ്, നമ്മുടെ അകത്ത് ഒരു നല്ല തികവുള്ള വിശ്വാസം ഉണ്ടാകണം. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു, ഹൃദയത്തിൽ സംശയിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ആ പരീക്ഷയുടെ അവസ്ഥയിൽ ആ 2 പേര്, ഞാൻ സംസാരിച്ച 2 പേരുടെ ജീവിതത്തിൽ അവർ വ്യക്തിപരമായി എന്നോട് പറഞ്ഞൊരു കാര്യം, അവർക്ക് ജയിക്കുവാൻ സാധ്യമല്ല, അതൊരു റെസ്ലിംഗ് അല്ലെങ്കിൽ അതുമായി മല്ലിടുന്ന ഒരു സ്ഥിതിവിശേഷം അവർ പറയുവാനിടയെ തീർന്നു. പക്ഷെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. കാരണം ഏതു പ്രതിസന്ധികളിലും ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് ദൈവത്തിൽ വേരൂന്നിക്കൊണ്ട്, വചനത്തിൽ വേരൂന്നിക്കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ വചനം കൊണ്ടാണ് നമുക്ക് ജയിക്കുവാൻ സാധിക്കുന്നത്. കാരണം യേശു 40 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവന് ജയിക്കുവാൻ സാധിച്ചത് വചനം കൊണ്ടാണ്. വചനത്താൽ യേശു ജയാളിയെ തീർന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും.
സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും വചനത്താൽ ജയാളിയായി തീരുവാൻ തക്കവണ്ണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, അതുപോലെ സന്തോഷം നാം കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ സന്തോഷത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. എന്താ പറയുക, പൗലൂസിൻ്റെ ജീവിതത്തിലെ കഠിനമായ പ്രതിസന്ധിയാണ്, ജയിലിൻ്റെ അവസ്ഥയാണ്. എന്നാൽ അവൻ സന്തോഷിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് ആ സന്തോഷം, ഫിലിപ്പിയർക്ക് ആ സന്തോഷം പകർന്നു കൊടുക്കാൻ, അല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്ന സമാധാനം, അവൻ അനുഭവിക്കുന്ന ദീർഘക്ഷമ, അല്ലെങ്കിൽ അതിൻ്റെ മധ്യത്തിലും ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും, അല്ലെങ്കിൽ അതിലും ഒരു ദീർഘക്ഷമ അവനുണ്ട്. എങ്ങനെയാണ് കർത്താവിന് വേണ്ടി ഫലവത്തായി തീരണം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. പല കുടുംബങ്ങളുടെ അകത്തും പല കുടുംബങ്ങളും താറുമാറായി അല്ലെങ്കിൽ തകർച്ച വരുന്നു പോകുന്നത് ഒരു സൈഡിൽ അതമ്പതിച്ച ഒരുപക്ഷെ ഒരു ജീവിത സഖിയായിരിക്കാം, അല്ലെങ്കിൽ അതമ്പതിച്ച ചില കുഞ്ഞുങ്ങളായിരിക്കാം. പക്ഷെ ദീർഘക്ഷമയോടെ കാത്തിരിപ്പോടെ അവർക്ക് വേണ്ടി കാത്തിരിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അവരെ പറഞ്ഞു ഉപദേശിച്ച് അവർക്ക് വേണ്ടി മുട്ടുമേ നിൽക്കുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാനെല്ലാം ദീർഘക്ഷമയോടെ അവരോട് ദയ കാണിക്കുവാൻ തക്കവണ്ണം. അതുപോലെ നമ്മുടെ സമൂഹങ്ങളിൽ ഞങ്ങളായിരിക്കുന്ന സമൂഹത്ത് അനേകം മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുണ്ട്. അവരോട് ദയ കാണിക്കുവാൻ തക്കവണ്ണം, അവരോട് ദീർഘക്ഷമയോടെ, പരോപകാരത്തോടെ, അതുപോലെ വളരെ വിശ്വസ്തയോടെ, സൗമ്യതയോടെ അവരോട് ഇടപെടുവാൻ തക്കവണ്ണം. അതുപോലെ പല വിഭാഗത്തിലുള്ള അനേകരുണ്ട്, സ്ത്രീ പുരുഷന്മാരുണ്ട്, പലരും നമ്മുടെ അടുത്ത് കടന്നു വരുന്ന, എന്നാൽ ഇന്ദ്രിയ ജയത്തോടെ നാം അവരുടെ അടുക്കിലേക്ക് കടന്നുപോയി അവരെ ഉപദേശിക്കുവാൻ, അവരെ ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരുന്നുവെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ കാണുവാൻ സാധിക്കുന്നു ക്രിസ്തുവിനോട് കൂടിയുള്ളവർ ആ ശാരീരികത്തിൻ്റെ അഭിലാഷകളെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നെന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ എല്ലാത്തിലും നാം ക്രൂശിക്കപ്പെടുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുന്നില്ല. പല കാര്യങ്ങൾ, പല പരീക്ഷകൾ നമ്മുടെ ജീവിതയാത്രയിൽ, കാരണം തികവുള്ളവരായി കഴിഞ്ഞിട്ടേ കർത്താവിനെ നമ്മുടെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പലവിധമായ പരീക്ഷകൾ, പലവിധമായിരിക്കുന്ന അവസ്ഥകൾ ദൈവം അനുവദിക്കുമ്പോൾ നാം ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെടുന്ന അവസ്ഥ, ക്രൂശിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ അത് ഒരു ക്രൂശിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വലിയൊരു കാര്യമാണ് ദീർഘക്ഷമയെന്നുള്ളത്. അതുപോലെ ക്രൂശിലെ ദൈവത്തിൻ്റെ സ്നേഹം, ക്രൂശിലെ അവൻ തൻ്റെ കരങ്ങളെ വിടർത്തിക്കൊണ്ട് യേശുവിലേക്ക് ആകർഷിക്കുന്ന, ജനത്തെ ആകർഷിക്കുന്ന സ്നേഹം, തന്നെ ഉപദ്രവിച്ചവരെ സ്നേഹിക്കുന്ന ദൈവസ്നേഹം, അവൻ്റെ അകത്തുള്ള സന്തോഷം, തൻ്റെ ഈ ക്രൂശിലൂടെ അനേകർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും, അനേകർ ക്രിസ്തുവിലേക്ക്, അനേകർ ഈ സത്യമാർഗത്തിലേക്ക് കടന്നു വരുമെന്നുള്ള സന്തോഷമാണല്ലോ ആ ക്രൂശിനെ സഹിക്കുവാൻ തക്കവണ്ണം യേശുവിനെ ആ വലിയ സമാധാനത്തിലേക്ക്, ആ ദീർഘക്ഷമയിലേക്ക്, വലിയ ദയയിലേക്ക്, ഒരു വലിയ ഉപകാരമാണ് ഈ മാനവരാശിക്ക് വേണ്ടി ദൈവം ചെയ്തിരുന്ന വലിയൊരു ഉപകാരമായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തത, നമുക്കൊരിക്കലും അളക്കുവാൻ കഴിയാത്ത ദൈവത്തിൻ്റെ വിശ്വസ്തത. അതുപോലെ ക്രിസ്തുയേശുവിൻ്റെ അസൗമ്യതയെക്കുറിച്ച് നാം വായിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം 4:6 നമുക്ക് കാണാൻ സാധിക്കുന്നു. 6 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയുടെ അപേക്ഷയും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടുന്നത്. പ്രാർത്ഥനയുടെ അകത്തുണ്ടായിരിക്കേണ്ടുന്നതായ ആ സ്തുതി, സ്തോത്രം, ആ വിശ്വാസമാണ്. നമുക്കൊരു കാര്യത്തിൽ സ്തോത്രം എന്നുള്ള ശബ്ദം പറയുവാൻ സാധിച്ചാൽ, സ്തോത്രം എന്നുള്ള യാഗം അർപ്പിക്കുവാൻ സാധിച്ചാൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിച്ചാൽ, നമുക്ക് ഉറപ്പാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വിടുതലാണ് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ആ മുന്നോട്ടുള്ള പ്രത്യാശയിലാണ് നാം സ്തോത്രം എന്നുള്ള യാഗം അർപ്പിക്കുന്നത്. സ്തോത്രം പറയുവാൻ തക്കവണ്ണം നമുക്കൊരു വലിയ പ്രത്യാശയോടെ നാം ക്രിസ്തുവിന് ഉള്ളവരാകുന്നു. അതുകൊണ്ടാണല്ലോ നമുക്ക് കാണാൻ സാധിക്കുന്നു നാം ആത്മാവിൽ ജീവിക്കുവാൻ തക്കവണ്ണം, അതുപോലെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൽ നാം ആത്മാവിനാൽ നാം ജീവിക്കുകയാണ്. ആത്മാവിനാൽ ജീവിക്കുന്നവരെ പലപ്പോഴും ലോകത്ത് നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം സാധ്യതയില്ലാതെ വണ്ണം കണ്ണുനീരിൻ്റെ വലിയ കണ്ണുനീരിൻ്റെ ഒരു വലിയ നദി പോലെ കണ്ണുനീര് ഒഴുക്കുന്ന അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വരുന്നു. പലപ്പോഴും കൂരിരുട്ടിൻ്റെ താഴ്വര നമ്മളെ ആരും അറിയുന്നില്ല, നമ്മുടെ അവസ്ഥകളെ കാണുന്നില്ല, നമ്മുടെ സ്ഥിതിയെ കാണുന്നില്ല. എന്നാൽ നാം കടന്നു പോകുന്നതായ കണ്ണുനീരിൻ്റെ മധ്യത്തിൽ നമുക്കൊരു ഉറപ്പുള്ളത്, നാം ആത്മാവിനാലാണ് ജീവിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ. അവൻ്റെ ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക എന്ന് ദൈവവചനം പറയുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ ഈ അനുസരണമാണ് മിക്കവാറും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം വളരെ
വളരെയധികം ക്രൂശിലെ മരണത്തോളം യേശു അനുസരണമുള്ളവനായി തീർന്നു. ഈ അനുസരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ ശൗലിനെ കുറിച്ച്, ശൗൽ രാജാവിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവന് അനുസരണക്കേടാണല്ലോ. അവനൊരു ശപിക്കപ്പെട്ട അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അനുസരണക്കേട് മൂലം അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ തലമുറകളിലേക്ക്, അല്ലെങ്കിൽ അവൻ്റെ ഇസ്രായേൽ ജനത്തിന് പോലും വളരെ പരാജയം നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുവാനിടയിൽ തീർന്നത്. ദൈവം ആഗ്രഹിക്കുന്ന തികഞ്ഞ അനുസരണം. നമുക്ക് എന്താ പറയുക, എല്ലാ കൃപാവരങ്ങളെക്കാളും, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടുന്നതായ എല്ലാവിധമായ ഏറ്റവും വലിയൊരു ഗുണം, ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അനുസരണമാണ്. ഞങ്ങളിവിടെ 40 ദിവസം ഉപവസിക്കുകയും കുഞ്ഞുങ്ങളാണെങ്കിൽ 40 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഓരോ ദിവസവും ദൈവശബ്ദം കേട്ടാണ്. കാരണം ദൈവം പറഞ്ഞു, ദൈവത്തെ അനുസരിക്കണം. അപ്പോൾ ദൈവം പറയുന്ന കാര്യം ദൈവത്തിൻ്റെ മുട്ടുകുത്തി, കർത്താവെ അനുസരിക്കുവാനുള്ള കൃപ തരണമേ എന്ന് ഞങ്ങൾ മുട്ടുമേൽ നിന്ന് ദൈവത്തോട് യാചിച്ച് ഇന്ന് 36 ദിവസത്തോളമായി ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ ജാഗരിക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ റിഖനബര ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. നമ്മെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ വളരെയധികം പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ കരം പിടിക്കുന്ന ദൈവമാണ്. ദൈവം ആഗ്രഹിക്കുന്ന ദൈവം തികഞ്ഞ അനുസരണമാണ്. ദൈവം പൗലോസിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അനുസരണമാണ് ദൈവം നോക്കുന്നത്. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകളിൽ നമുക്ക് അനുസരിക്കുവാൻ സാധ്യമല്ലാത്തവണ്ണമുള്ള ചുറ്റുപാടുകൾ വരുമ്പോൾ നമുക്ക് വിശ്വസിക്കാം, നമുക്ക് സംശയിക്കാതെ നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിന്റെ ആ വാക്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അസാധ്യമായിട്ടുള്ള അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. നാം സംശയിക്കാതെ വിശ്വസിച്ചാൽ അസാധ്യമായ അത്ഭുതങ്ങൾ, അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ, അസാധ്യമായിട്ടുള്ള വാഗ്ദത്ത നിവർത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്യുവാനിടയത്തിൽ. പക്ഷെ സംശയിക്കരുത്. നമ്മുടെ ഹൃദയത്തെ സംശയിക്കാതെ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ പലപ്പോഴും പലരും എന്നെ വിളിക്കുമ്പോൾ അവരെന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, സിസ്റ്റർ ഇത് നടക്കുമോ, അല്ലെങ്കിൽ ദീദി ഇത് നടക്കുമോ? കാരണം അവർക്ക് ഭയമാണ് പല കാര്യത്തിലും. പക്ഷേ അചഞ്ചലമായ വിശ്വാസത്തോടെ എനിക്കൊരു കാര്യം പറയാൻ സാധിക്കും, ദൈവം നമ്മോടൊരു കാര്യം സംസാരിച്ചാൽ അത് നടന്നിരിക്കും. ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകളാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനല്ല, മനസ്സ് മാറുവാൻ അല്ലെങ്കിൽ വാക്ക് മാറ്റിക്കളയുവാൻ സത്തുറാനക. ദൈവം പറഞ്ഞു, അത് അതുപോലെ സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ കൊണ്ടുപോകുന്ന പാതകൾ, കഠിനമായ പാതകൾ, പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്ന അതുപോലുള്ള കൂരിരുട്ടിൻ്റെ അവസ്ഥകൾ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്? നമ്മുടെ വിശ്വാസം ചോർത്തിക്കളയുവാനല്ല, മറിച്ച് നമ്മുടെ വിശ്വാസം ദൈവവുമായിട്ടുള്ള നമ്മുടെ ഹൃദയവുമാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആത്മീക ജീവിതത്തിൻ്റെ ഒരു വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയമായി കണക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് പിന്നെ സംശയങ്ങളോ അവിശ്വാസമോ കടന്നു വരുവാൻ സാധ്യമല്ല. കാരണം ദൈവം പറഞ്ഞു, തൻ്റെ ഹൃദയത്തിലുള്ള കാര്യം ദൈവം നമ്മോട് പറഞ്ഞു, അവൻ്റെ ഹിതം പറഞ്ഞു, അവൻ്റെ ഇഷ്ടം പറഞ്ഞു, അവൻ്റെ ആഗ്രഹം അവൻ പറഞ്ഞു. അത് മാത്രം നാം ഏറ്റെടുക്കുക എന്നുള്ളതാണ് റീബാന ഹത്തന. നമ്മുടെ ജീവിതത്തിൽ അത് ഉറപ്പോടെ ധൈര്യത്തോടെ നാം അത് ഏറ്റെടുക്കുന്നുവെങ്കിൽ നാം ആയിരിക്കുന്നതായ സ്ഥാനത്ത് കർത്താവിന് നമ്മെ കൊണ്ട് ചിലത് ചെയ്യുവാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധൻ വ്യക്തതയോടെ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ വ്യക്തതയോടെ വ്യക്തിപരമായി ഞാൻ ദൈവസന്നിധി ഇരിക്കുമ്പോൾ ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നാം ആകുന്ന വയൽ, നാം ആകുന്ന വ്യക്തികൾ, നാം ആകുന്ന കുടുംബമാകുന്ന വയൽ, അല്ലെങ്കിൽ നാം ആകുന്ന വയലിനെ വളരെ ശ്രദ്ധയോടെ നോക്കുവാൻ, നമ്മെ തന്നെ ശ്രദ്ധയോടെ നോക്കുവാൻ, നമ്മുടെ ആത്മീക ജീവിതത്തെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ഹൃദയത്തെ, അല്ലെങ്കിൽ നമ്മുടേതായ ഫലത്തെ, ഈ 9 ഫലം, ആ ഫലത്തെ നോക്കുവാൻ, അല്ലെങ്കിൽ നമ്മിലുള്ള ആത്മീക ആ മനുഷ്യനെ, നമ്മുടെ അകത്തുള്ള മനുഷ്യനെ ഒന്ന് ശ്രദ്ധ വെച്ച് നോക്കുവാൻ തക്ക വേണം. നാം ആയിരിക്കുന്ന വ്യക്തികൾ, നാം ആയിരിക്കുന്ന സ്ഥലത്തുള്ള വയൽ, അത് പുറത്തുള്ളവരെയല്ല, പക്ഷെ നമ്മുടെ കുടുംബമാകുന്ന വയലിൻ്റെ അകത്ത് നമുക്ക് ദൈവം തന്ന വിത്തുണ്ട്. ആ വിത്ത് നാം വിതയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ വിത്ത് വിതച്ചിട്ട് അതിൻ്റെ ഫലം എത്രത്തോളം ഉണ്ട്? നമ്മുടെ ഭവനത്തിൻ്റെ അകത്തൊരു കൊയ്ത്ത് നടക്കുവാനുള്ള സാധ്യതയുണ്ടോ? നമ്മുടെ ഭവനം ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ ഭവനം അല്ലെങ്കിൽ നാം ആകുന്ന സഭ അതൊരു വയലാണ്. ആ വയലിൻ്റെ അകത്ത് വല്ല കളയും കയറുന്നുണ്ടോ? നാം ആകുന്ന കുടുംബത്തിൻ്റെ അകത്ത്
കുഞ്ഞുങ്ങളുടെ അകത്ത് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഇടയിൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ വല്ല കളയും കയറുന്നുണ്ടോ, എന്തെങ്കിലും ദൈവഹിതമല്ലാത്ത സംഭവിക്കുന്നുണ്ടോ, ആ വയലിനെ ശുദ്ധീകരിക്കുവാൻ, വയലിന് വേണ്ടി വളരെ ശ്രദ്ധയോടെ ജാഗരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, നാം ആയിരിക്കുന്ന വയലിനെ ഒരുക്കിയെടുക്കുവാൻ പരിശുദ്ധൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ഒരുക്കപ്പെട്ട നമ്മുടെ അകത്തുള്ള നാം ആകുന്ന വയല് അത് വിളഞ്ഞ് വളരെയധികം ഫലവത്തായി നല്ല അവസ്ഥയിലായിത്തീർന്നാൽ ആ വിത്തുമായി നാം പുറത്തിറങ്ങി മറ്റൊരു വയലിലേക്ക് വിതയ്ക്കുകയാണ്. മറ്റൊരു വയലിനെ തയ്യാർ ചെയ്ത്, മറ്റൊരു കുടുംബത്തെ തയ്യാർ ചെയ്ത്, മറ്റൊരു ചില വ്യക്തികളെ തയ്യാർ ചെയ്ത് അവരിലേക്ക് ഈ വിത്ത് വിതയ്ക്കുവാൻ, അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ പ്രാർത്ഥനയിലൂടെ, വചനത്തിലൂടെ, അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന വ്യക്തിത്വങ്ങൾ അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ തക്കണം ദൈവം നമുക്ക് ഇടയായിത്തീരും. ഈ കാലത്ത് മുഴുവൻ ദൈവം വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയും ദൈവം ഒരു കാര്യമാണ് പറഞ്ഞത്, ലോക സുവിശേഷീകരണത്തിൻ്റെ, നമ്മുടെ ലോകത്തിൻ്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, വ്യക്തികളുടെ ഉണർവിന് വേണ്ടി, കുടുംബങ്ങളുടെ ഉണർവിന് വേണ്ടി, സമൂഹത്തിൻ്റെ ഉണർവിന് വേണ്ടി, ലോകരാഷ്ട്രങ്ങളുടെ ഉണർവിന് വേണ്ടി, അതിനുവേണ്ടി ദൈവം നാം പ്രാർത്ഥിക്കുന്നവരായി മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ദൈവമാണ്. നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കും. നാം ഇരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുവാനല്ല, മറിച്ച് നാം എഴുന്നേറ്റ് പ്രവർത്തിക്കുവാൻ തക്കണം. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് സംശയമാണ്, അവിശ്വാസമാണ്. ഇത് സംഭവിക്കുമോ, എന്നെക്കൊണ്ട് സംഭവിക്കുമോ, ദൈവത്തിന് എന്താ കഴിയാത്തത്? ദൈവത്തിന് സകലതും കഴിയും, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഓ റബ സത്തുറാനക, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. 4.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചേരിയിൽ തുടങ്ങിയ ഒരു പ്രവർത്തനം, ഭിക്ഷക്കാരുടെ ഇടയ്ക്ക് തുടങ്ങിയ പ്രവർത്തനം, ഇന്ന് ഭിക്ഷക്കാരാണ് സഭയിലുള്ള ആരാധന ഇന്നും നടത്തിയത്. ഞങ്ങളുടെ സഭയിലെ ആരാധന ലീഡ് ചെയ്തത്, ആരാധനയെ നയിക്കുന്നത് ഒരു ഭിക്ഷക്കാരനായി ഭിക്ഷയാചിച്ച് നടന്ന ഒരു വ്യക്തിയാണ് ആരാധന നയിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എല്ലാ ഞായറാഴ്ച മുട്ടുമ്മേൽ നിന്ന് ഗാനങ്ങൾ ആലപിച്ച് ദൈവ സാന്നിധ്യത്തിലേക്ക് ജനത്തെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് അതിന് ആദ്യമായി തുടങ്ങിയത്, ആരാധന തുടങ്ങി. എന്നാൽ അവരെ അവരെ സഹായിക്കും. ഇന്ന് അനേക ഭിക്ഷക്കാർ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നുവെങ്കിൽ ദൈവത്തിന് എന്താണ് അസാധ്യമായിട്ടുള്ള ഒരു വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ്, തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ്, ആരോരുമില്ലാതെ ഭിക്ഷയാചിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കരം നീട്ടിയെങ്കിൽ ഇന്ന് സർവശക്തനായി ദൈവത്തിൻ്റെ മുൻപിൽ കരം നീട്ടുവാൻ തക്കവണ്ണം ഓറിബന ഹത്തന രഗതകല മറ്റുള്ളവരും മുട്ടുമടക്കുവാൻ ഇടയായെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ഭിക്ഷയാചിക്കുന്നവർ പൂർണ്ണതയോടെ 21 ദിവസവും രാത്രിയും പകലും ഉപവസിക്കുവാൻ, ഇന്നലെയാണ് അവരുടെ ഉപവാസങ്ങൾ തീർന്നത്. സഭയായിട്ടുള്ള 21 ദിവസം പൂർണ്ണതയോടെ അവർ ഉപവസിക്കുവാൻ, ജീവിതത്തിൽ ആദ്യമായി ഒരിക്കലും വിട്ടുമാറാത്ത രോഗങ്ങൾ വിട്ടുമാറുവാൻ, ഒരിക്കലും തീരാത്ത തീവ്രമായ വേദനകൾ, ദുഃഖങ്ങൾ, ഭാരങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലുള്ള വലിയ കടഭാരങ്ങൾ, വലിയ വിഷയങ്ങൾ വന്നപ്പോൾ അതിന്മേലെല്ലാം അവർ വിശ്വസിച്ചു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. അവരുടെ സമയം ദൈവസന്നിധിയിൽ മുഴങ്കാൽ നിൽക്കുവാൻ, അവർ ദൈവം മുൻപിൽ കരങ്ങളെ മലർത്തുവാൻ തക്കവണ്ണം ഓറിബ സത്തുറാനക അവർ തങ്ങളെ തന്നെ സമർപ്പിക്കും. അവർ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും അനുഭവിക്കാത്തൊരു ദൈവസാന്നിധ്യമാണ്. പലരും ദർശനങ്ങൾ, വെളിപ്പാടുകൾ, ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, അവർ ഒരിക്കലും യേശുവിനെ അറിയാത്തവരായിരുന്നു. യേശു ആരെന്നോ, എന്തിനാണ് യേശു ഭൂമിയിൽ വന്നത്, എന്തിനാണ് യേശു തങ്ങൾക്ക് വേണ്ടി മരിച്ചെന്നോ ഒന്നും അറിയാത്ത വ്യക്തികളാണ് ഈ ഒരു വലിയ കൂട്ടം. ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ, ക്രിസ്തുവിനെ അനുഭവിപ്പാൻ അവർ വെറും ഒരു വിശ്വാസികളായിട്ടില്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും പ്രാപിച്ച് അവർ പ്രാപിക്കുന്നത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ, വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുവാൻ, വിശ്വസ്തതയ്ക്ക് വേണ്ടി നിലനിൽക്കുവാൻ, സത്യസന്ധതയ്ക്ക് വേണ്ടി നിലനിൽക്കുവാൻ, ഓ റബ സത്തുരാനക ദൈവത്തിൻ്റെ വചനത്തെ അതുപോലെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് അവർ കാത്തിരിക്കുന്ന അവസ്ഥകൾ. ദൈവം എത്ര വിശ്വസ്തനായ ദൈവമാണ്, ദൈവത്തിനൊന്നും കഴിയാത്തതായിട്ടില്ല. നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഹരബനഹത്തന രഗതകല ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തെ നാം നോക്കുമ്പോൾ വളരെ ഫലവത്തുള്ള ഇലകളുള്ള ഫലവത്തായ അവസ്ഥ നാം തോന്നുന്ന ആ തഴച്ച അത്തിവൃക്ഷം പോലെ അതിൽ നിറച്ച് ഇലയുണ്ട്, പക്ഷെ ഫലമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഏതു സാഹചര്യത്തിലും ഫലം കായ്ക്കുവാൻ തക്കവണ്ണം. ഞാൻ ഇന്നും ഒരു സഹോദരിയുമായി സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ സഭയിലെ സഹോദരിയാണ് വളരെ ഭാരത്തോടെ തൻ്റെ ജീവിത സഖി ദൈവത്തെ യഥാർത്ഥമായും അനുഭവിച്ചറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ അനുഭവം തൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് ആ സഹോദരി അനുഭവിക്കുന്ന പല പ്രതിസന്ധികളെക്കുറിച്ച് എന്നോട് സംസാരിച്ചു.
സംസാരിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ സഹോദരിയോട് ഇപ്രകാരം പറയുവാൻ ഇടയായി തീർന്നു. മുട്ടുമേൽ നിൽക്കുക. നമ്മുടെ നിശബ്ദമായ നമ്മുടെ വാക്കുകൾ ചുരുക്കമാകട്ടെ, എന്നാൽ ദൈവ മുൻപാകെ നിശബ്ദതയോടെ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നാം ഉപവസിക്കുന്നുവെങ്കിൽ, ദൈവസന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുവെങ്കിൽ, ദൈവം തീർച്ചയായിട്ടും ആ വിഷയത്തിന്മേൽ വിടുതൽ കൽപ്പിക്കുക തന്നെ ചെയ്യും. അവരൊരിക്കലും അവരുടെ ജീവിതസഖി എന്ന് പറയുന്നത് ഒരിക്കലും ദൈവസന്നിധിയിൽ കടന്നു വരാത്തൊരു വ്യക്തിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 4.5 വർഷങ്ങൾക്ക് ശേഷം താൻ തൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്ത് പതുക്കെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, തൻ്റെതായ ആ ചീത്ത സ്വഭാവങ്ങളെ വിട്ട് കളയുവാൻ തക്കവണ്ണം തന്നെ ഇപ്പോഴും തനിക്ക് കോപ സ്വഭാവമുണ്ട്. തന്നിലുള്ള ഒരു സ്വഭാവം കോപം. ഞാൻ സഹോദരിയോട് ഇപ്രകാരം പറയുന്നത്, ഒരു പക്ഷേ ആ വ്യക്തിയിലുള്ള കോപ സ്വഭാവം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്, സഹോദരി നിന്റെ ജീവിതത്തിൽ ക്ഷമയുണ്ടോ, ദീർഘക്ഷമയുടെ ഫലമുണ്ടോ, അല്ലെങ്കിൽ ആ ക്ഷമയുടെ ഫലമുണ്ടോ എന്ന് അറിയുവാൻ ഒരുപക്ഷെ ദൈവം അനുവദിക്കുന്നതായിരിക്കാം. ആ ഒരു സാഹചര്യം ദൈവം അനുവദിക്കുന്നു. അതുകൊണ്ട് വളരെ ക്ഷമയോടെ, ദീർഘക്ഷമയോടെ, നിശബ്ദതയോടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ കരത്തിലേക്ക് ആ വ്യക്തിയെ കൊടുക്കുവാൻ തക്കവണ്ണം ഞാൻ പറയുവാൻ ഇടയായി തീർന്നു. കാരണം ആ സഹോദരിക്ക് ഒരിക്കലും സഹിക്കുവാൻ സാധിക്കാതെ വണ്ണം തൻ്റെ വാക്കുകൾ വളരെ മൂർച്ചയുള്ളതെന്ന് എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ സഹോദരിയോട് ഇപ്രകാരം പറഞ്ഞു, ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മ ഫലം പ്രകടമാക്കുവാനാണ്. ഈ ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ ഉപവസിക്കുന്നത് കൊണ്ടോ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ആ സമയത്തും പ്രാപിക്കുന്ന, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരിശീലന കാലഘട്ടത്തിൽ ദൈവം നമ്മെ കൊണ്ടുപോകുന്നതായ അവസ്ഥകൾ നമ്മെ പരിശോധിക്കുമ്പോൾ നമ്മിൽ അതുണ്ടോ, നമ്മിൽ ആ വിശ്വാസമുണ്ടോ, അല്ലെങ്കിൽ ആ ക്ഷമയുണ്ടോ, ദീർഘക്ഷമയുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ, ഇതെല്ലാമാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ സംശയമുണ്ടോ, അതോ വിശ്വാസമാണോ, പ്രത്യാശയാണോ, അതോ നിരാശയാണോ? ദൈവം ആഗ്രഹിക്കുന്നത് നാം പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ, നിരാശപ്പെടുവാനല്ല. പിശാച് അല്ലെങ്കിൽ ലോകം നിരാശ തരുമ്പോൾ, അല്ലെങ്കിൽ ലോകം നമുക്ക് ആ വിശ്വാസം തരുമ്പോൾ നാം വിശ്വസിക്കുവാൻ, ദൈവം പറഞ്ഞത് അതുപോലെ സംഭവിക്കും. ദൈവം എന്തു പറഞ്ഞാലും, കാരണം ദൈവം പറയുന്നത് അതുപോലെ സംഭവിക്കുമെന്ന് പറയാൻ കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ്. ഒരു അനുഭവത്തിലും ദൈവം എന്ത് പറഞ്ഞാലും അതനുസരിക്കുവാൻ തക്കവണ്ണം ഇതുവരെയും കുഞ്ഞുങ്ങളെയാണെങ്കിലും കർത്താവ് ഇതുവരെയും കരം പിടിച്ച് നടത്തുവാനിടയിൽ തീർന്നു. പലപ്പോഴും അവർ നമുക്കറിയാം 40 ദിവസം രാവും പകലും നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴുള്ള അവസ്ഥകൾ വളരെയധികം പ്രതിസന്ധിയാണ്. സ്കൂളുകളിൽ പോകണം, അവർക്ക് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, സ്കൂളിൽ പോകണം, പല കാര്യങ്ങളുണ്ട്. പക്ഷേ ദൈവം പറഞ്ഞത് നാം അനുസരിക്കുന്നുവെങ്കിൽ ദൈവം കൃപ തരുവാനിടയെ തീരും. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, 16ഉം 15ഉം വയസ്സേ അവർക്കുള്ളൂ. പക്ഷേ അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് കൃപ കൊടുക്കുകയാണ്. ഒരിക്കലും അസാധ്യം മനുഷ്യനാൽ അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം. എന്നാൽ ദൈവമായി കണക്റ്റഡ് ആയിരിക്കുന്നുവെങ്കിൽ, ആ ദൈവശക്തിയുമായി കണക്റ്റഡ് ആയിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ഹൃദയവുമായി നാം കണക്റ്റഡ് ആയിരിക്കുന്നുവെങ്കിൽ, ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, നമുക്കൊന്നും കഴിയാത്തതായിട്ടില്ല. ദൈവത്തിന് നമ്മെ ശക്തീകരിക്കാൻ, അവൻ്റെ ശക്തി നമ്മിലേക്ക് വരുവാനിടയെ തീരും. അവൻ്റെ ആ ദിവ്യ മഹത്വം, ആ ദിവ്യ കൃപ നമ്മിലേക്ക് വരുവാനിടയെ തീരും. അവൻ്റെ കൃപ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാം. കാരണം ഈ ലോകത്ത് വളരെയധികം നാം ചിന്തിക്കുന്ന അപ്രതീക്ഷിതമായ പല കാര്യങ്ങളാണ് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാം എങ്ങനെ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ചുവട് നമുക്ക് വെക്കുവാൻ, ഒരു പക്ഷേ നമ്മുടെ മുൻപിൽ ഒരു ചുവട് വെക്കുവാനുള്ള പാത കാണാത്ത പോലെയുള്ള അവസ്ഥകൾ മോശയുടെ ജീവിതത്തിൽ. അവരും അങ്ങനെ പ്രതിസന്ധിയിലായിരുന്നു. മുന്നോട്ട് ഒരു ചുവട് എങ്ങനെ വെക്കും? ചെങ്കടലാണ് മുമ്പിൽ നിൽക്കുന്നത്. ഒരു സ്ഥലമില്ല, കാല് വെപ്പാൻ ഒരു ഇടമില്ല. അല്ലെങ്കിൽ യോർദാൻ്റെ ആ നദി, യോർദാൻ കരകവിഞ്ഞൊഴുകിയപ്പോൾ പുരോഹിതന്മാർക്ക് വെക്കുവാനായിട്ട് ഒരു ഇടമില്ല, കാല് വെപ്പാൻ ഇടമില്ല. എവിടെയാണെന്ന് വെക്കുന്നത് കാല് വെക്കാൻ? ആ പെരുവെള്ളത്തിൻ്റെ മേലെങ്ങനെയാണ് കാല് വെക്കുന്നത്? പക്ഷേ സംശയിക്കാതെ കാല് വെച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ദൈവം അവിടെ വഴി തുറക്കുവാനിടയായി തീർന്നു. സംശയിക്കാതെ, നാം വിശ്വസിച്ചുകൊണ്ട്, നാം ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെ പറയുവാൻ തക്കവണ്ണം, നാം എന്തു പറഞ്ഞാലും അതുപോലെ അത് സംഭവിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് പല കാര്യങ്ങൾ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവം വചനത്തെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ദൈവത്തിനൊന്നും കഴിയാത്തതിന് ആദ്യമായി ആ മോഷ്ടിക്കുന്ന, അല്ലെങ്കിൽ ചേരി പ്രദേശത്ത് മോഷണം മുഖാന്തരം ജയിലിൽ അടയ്ക്കപ്പെട്ട ആ സഹോദരി അവളുടെ കുഞ്ഞുമായി കടന്നു വന്ന സമയത്ത് ഞാൻ വിശ്വസിച്ചൊരു, എൻ്റെ മോളുടെ ആണെങ്കിലും നല്ല സാൻഡിൽ കളവ് പോയി. ഞങ്ങളുടെ പല സാധനങ്ങൾ നമ്മുടെ ചർച്ചിൽ നമുക്ക് എന്താ പറയുക, എപ്പോഴും നമ്മൾ ജാഗ്രതയോടെ കണ്ണ് തുറന്നിരിക്കണം. കാരണം ഈ ചേരി പ്രദേശത്തുള്ള അനേകം മോഷ്ടാക്കളുണ്ട്. മോഷ്ടിക്കുവാൻ വേണ്ടി മാത്രമായി സഭയിൽ കടന്നു വരുന്ന അനേകരുണ്ട്. ഇവരെ എങ്ങനെയാണ് നേരാക്കി തീർക്കുന്നത്? അതുപോലെ വഴക്ക്, അടി, വഴക്ക്, വളരെ പ്രതിസന്ധി
പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ്. മറ്റ് പല വിശ്വാസികളുടെയും അവർ ഊരിയിട്ട ചെരുപ്പ് അല്ലെങ്കിൽ സാൻഡിൽസ് എല്ലാം, ഷൂ എല്ലാം ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. നമ്മൾ കാണാത്ത സമയത്താണ് അവരെ എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ മോഷണങ്ങൾ പലതും നടക്കുവാനിടയെ തീർന്നു. എന്നാൽ ഇന്ന് അവരാണ് നമ്മുടെ സഭയുടെ വാച്ച്മാനായി, കാവൽക്കാരായിരിക്കുന്നത്. സഭയുടെ കാവൽക്കാരായി. ഒരു കാലത്ത് അവർ മോഷ്ടാക്കളായിരുന്നു, പക്ഷെ ഇന്ന് അവർ സഭയുടെ കാവൽക്കാരാണ്. ഇന്ന് സഭയെ നോക്കുവാൻ, സഭയുടെ കാര്യങ്ങൾ എല്ലാ ക്ലീനിങ്ങും ചെയ്യുവാൻ തക്ക വേണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തക്ക വേണം, സഭയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ തക്ക വേണം, മൈതാനങ്ങളെല്ലാം വൃത്തിയാക്കിയിടുവാൻ തക്ക വേണം. നമുക്ക് സ്വന്തമായൊരു ബിൽഡിംഗ് ഇല്ല, എന്നാൽ നമ്മായിരിക്കുന്ന ബിൽഡിങ്ങിനെ വളരെ വൃത്തിയായി സൂക്ഷിക്കുവാൻ തക്ക വേണം. ഒരാളുടെയും ഒരു ചെരിപ്പോ സാൻഡിലോ ഷൂസോ ഒന്നും നഷ്ടമായി പോകാതെ അവർ വളരെ വ്യക്തതയോടെ, അവർ വളരെയധികം ദൈവത്തിൻ്റെ ഭൃത്യരായി അവർ വേല ചെയ്യുകയാണ്. മാറ്റങ്ങൾ, ജീവിതത്തിലുള്ള മാറ്റങ്ങൾ, നമുക്ക് സാധിക്കാത്തതായ അവരുടെ ഹൃദയത്തിൻ്റെ മാറ്റം പരിശുദ്ധാത്മാവ് കൊടുക്കുവാൻ നാം അവിശ്വസിക്കാതെ, സംശയിക്കാതെ വിശ്വസിക്കുമ്പോൾ ദൈവം എത്ര അത്ഭുതങ്ങളാണ് ചെയ്യുന്നത്. ഇന്നും അനേകർ കർത്താവിങ്കിലേക്ക് കടന്നു വരുവാൻ, പുതിയ ആത്മാക്കൾ കടന്നു വരുവാൻ, പുതിയതായ ആൾക്കാർ സ്നാനജലത്തിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം, തങ്ങളെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അനേകർ സ്നാനപ്പെടുവാൻ, അനേകർ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, സത്യമാർഗത്തിലേക്ക് കടന്നു വരുവാൻ നാം ആകുന്ന വ്യക്തികൾ, നാം വിശ്വാസികളാണ്, അല്ലെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ്. നാം ഹൃദയത്തെ സംശയിക്കാതെ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. നാം കാലി ചുറ്റും ചവിട്ടുന്ന ഒരേയിടത്ത് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിൽ കടന്നു പോകുവാൻ, അവിടെ ഒരു ദിവസമെങ്കിലും 24 മണിക്കൂറെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ സംസ്ഥാനത്തിൻ്റെ വിടുതലിന് വേണ്ടി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും, അല്പസമയം ഒരു ദിവസമോ 2 ദിവസമോ അവിടെ ചിലവഴിച്ച് അവിടെ പ്രവർത്തിക്കുവാൻ, എല്ലാ സംസ്ഥാനവും കടന്നു പോകാൻ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുകയും പലരിലൂടെ വ്യക്തിപരമായി സംസാരിക്കുകയും ചെയ്ത ഒരു കാര്യമുണ്ട്. അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുക മാത്രമല്ല, ഓരോ സംസ്ഥാനം കടന്നുപോയി അതിനുള്ള വഴികളെ ദൈവം തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ, അതിശയങ്ങൾ പ്രവർത്തിക്കുവാൻ ഈ ദിവസങ്ങളിലും 2 പുതിയ സംസ്ഥാനങ്ങളിൽ കടന്നു പോകുവാൻ തക്ക വേണം. നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും മുകൾ വശമായിരിക്കുന്ന കാശ്മീർ മുതൽ ഏറ്റവും താഴെയിരിക്കുന്ന കന്യാകുമാരി വരെ, അതുപോലെ അരുണാചൽ പ്രദേശ് മുതൽ കച്ച് വരെ എല്ലാ സംസ്ഥാനങ്ങളിലും കടന്നുപോയി ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ച തന്നെ ഗുജറാത്തിൽ, മഹാരാഷ്ട്രയിലും കടന്നു പോകാൻ വഴി തുറന്നു. ദൈവത്തിനൊന്നും കഴിയാത്തതായിട്ടില്ല. ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഓരോ സംസ്ഥാനത്തും കടന്നുപോയി 24 മണിക്കൂർ അവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നമ്മാലാഗോളം പ്രവർത്തിക്കുവാൻ തക്ക വേണം. അനേക ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ, സത്യമാർഗത്തിലേക്ക് കടന്നു വരുവാൻ, അവിടെ നമ്മുടെ വിത്ത് പാകുവാൻ, ഉപവാസത്തിൻ്റെ, പ്രാർത്ഥനയുടെ വിത്ത്, വചനത്തിൻ്റെ വിത്ത്, നമ്മുടെ അനുഭവത്തിൻ്റെ വിത്ത്, സാക്ഷ്യങ്ങളുടെ വിത്ത് അവിടെ പാകി ജനത്തെ ഉറപ്പിച്ചുകൊണ്ട് ഭാരതം സുവിശേഷം കേൾക്കുവാൻ, അതുപോലെ ലോക രാഷ്ട്രങ്ങൾ, നാം കടന്നു പോകുന്ന ഇടങ്ങൾ, ഒരുപക്ഷെ നാം ക്രോസ് ചെയ്യുന്നതായ രാജ്യങ്ങളായിരിക്കാം, സംസ്ഥാനങ്ങളായിരിക്കാം, അവർക്ക് അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ, അവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു ബ്രേക്ക് ത്രൂ, ഒരു ആത്മീകമായ ഉണർവിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുവാൻ തക്ക വേണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ആയിരിക്കുന്ന സ്ഥിതിയിൽ ഞാൻ ഇത് പറയുവാനുള്ള കാരണം, 37 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 34 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജമ്മു കാശ്മീരിലേക്ക് കടന്നുപോയ സമയത്ത് ഞാനിപ്പോഴും എല്ലാ ട്രെയിനിൻ്റെ അകത്ത് ഒരിക്കലും ഉറങ്ങുന്ന വളരെ കുറവാണ്. ഞാൻ ആ കടന്നു പോകുന്ന ഓരോ വഴികളിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഒരു വിടുതലയക്കണമേ, ഇവിടെ അനേക ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, സത്യമാർഗത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കണം. ഒരു പച്ചപ്പ്, സുവിശേഷത്തിനൊരു പച്ചപ്പുണ്ടാകണം, സുവിശേഷത്തിന് ഒരു ഫലവത്തായ അവസ്ഥ ഇവിടെ ഉണ്ടാകണം. ഞാൻ ഇപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ബൈക്കിൻ്റെ പുറകിലായിരിക്കാം, സ്കൂട്ടറിൻ്റെ പുറകിലായിരിക്കാം ഇരുന്ന് യാത്ര ചെയ്യുന്നത്. ആ സമയങ്ങളിൽ ഞാനിരുന്ന് പ്രാർത്ഥിക്കുന്ന, അന്യഭാഷയിരുന്ന ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ ഈ ദേശത്തെ വിടുവിക്കണമേ, ഇവിടെയുള്ള ജനത്തെ വിടുവിക്കണമേ. അല്ലെങ്കിൽ ട്രെയിനിലായിരിക്കാം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ ഈ ദേശങ്ങളെ, സംസ്ഥാനങ്ങളെ വിടുവിക്കണമേ, കടന്നു പോകുന്ന സ്ഥലങ്ങളെ ദൈവമേ വിടുവിക്കണമേ. അത് രാജ്യങ്ങളായിരിക്കാം, അത് രാഷ്ട്രങ്ങളായിരിക്കാം, അത് നമുക്ക് കടന്നു പോകുന്ന എവിടെയാണെങ്കിലും അവിടെ ഒരു ഉണർവിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കണം, അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച അനേക
ഇടങ്ങളിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഉണങ്ങി വരണ്ട് ഒരു വകയില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം വിത്ത് പാകുവാൻ പറഞ്ഞ സ്ഥാനങ്ങൾ വെറുതെ വിത്ത് പാകി, പ്രാർത്ഥനയുടെ വിത്ത്, സുവിശേഷത്തിൻ്റെ വിത്ത് പാകി, വെറും എന്താ പറയുക, നമുക്ക് കാണുവാൻ പോലും സാധിക്കാത്ത നിലവാരത്തിൽ ചെറുതായി മുള പൊട്ടുന്ന അവസ്ഥ അവിടെ ഇവിടങ്ങളിലേക്ക് കണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇന്നൊരു വലിയൊരു കൊയ്ത്തിലേക്ക് ദൈവം കുടുംബമായി അവിടെ കൊണ്ടുവന്ന് കൊയ്പ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് ചെയ്യുവാനിടയെ തീർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ഒരു സിംഗിൾ ലൈഫിൽ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ചെയ്തു തുടങ്ങിയ ഒരു പ്രവർത്തനം ഇന്ന് കുടുംബമായി കൊയ്യുവാൻ തക്കവണ്ണം, കുടുംബമായി ഇന്ന് പല സംസ്ഥാനങ്ങളിൽ വയലുകളിൽ കരം കോർത്ത് പിടിച്ച് വടക്കേന്ത്യയുടെ വയലുകളിൽ അനേക വയലുകളിൽ കടന്നു പോകുവാൻ, കൊയ്യുവാൻ തക്കവണ്ണം വിശ്വാസത്തിൻ്റെ വിത്തിടുവാൻ, പ്രാർത്ഥനയുടെ വിത്തിടുവാൻ, ഉപവാസത്തിൻ്റെ വിത്തിടുവാൻ, ഓറിബാന ഹത്തനാരക അനേകരെ ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുന്ന വിശുദ്ധിയുടെ വിത്തിടുവാൻ, സത്യസന്ധതയുടെ വിത്ത്, വിശ്വാസ യോഗ്യതയുടെ വിത്ത് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തികച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഓരോ ദിവസവും വളരെ ആനന്ദത്തോടെയാണ്. പലപ്പോഴും കണ്ണുനീരുണ്ട്, പലപ്പോഴും വേദനയുണ്ട്, ദുഃഖമുണ്ട്, പ്രതിസന്ധിയുണ്ട്, രോഗങ്ങളുണ്ട്, പല വിധത്തിലുള്ള അലച്ചിലുകൾ, പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഫലം, നമ്മളിലുള്ള ഫലം വ്യക്തതയോടെ മറ്റുള്ളവർ കാണുവാൻ, അനുഭവിപ്പാൻ, അതിലവർ ആശ്വാസം കണ്ടെത്തുവാൻ. ഒരു വളരെ ഇന്ന് ചേരി പ്രദേശത്തെ കുഞ്ഞുങ്ങളെ, സൺഡേ സ്കൂളിൽ അനേക കുഞ്ഞുങ്ങൾ ചേരി പ്രദേശത്ത് നിന്ന് കടന്നു വരും. 100-100ഓളം കുഞ്ഞുങ്ങൾ നമ്മുടെ ചേരികളിൽ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാനിടയെ തീർന്നു, എത്ര പേർക്ക് ആപ്പിൾ കഴിക്കുവാൻ ഇഷ്ടമുണ്ട്, ആപ്പിൾ കഴിക്കാൻ. എല്ലാവരും കൈ ഉയർത്തി. ഞാൻ പറഞ്ഞു 1 മാസം കൂടി കഴിയട്ടെ, കാരണം ഇഷ്ടം പോലെ നല്ല കാശ്മീരിലുള്ള നല്ല ഗോൾഡൻ ആപ്പിൾസ്, നല്ല ആപ്പിൾ ഇവിടെ വരുവാനിടയെ തീരും. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും, 1 മാസം കൂടി. കുഞ്ഞുങ്ങൾ വളരെ ആഗ്രഹം, കാരണം ചേരികളെ അവരൊരു പക്ഷേ ഫലമൊന്നും വാങ്ങാറില്ല, പഴവർഗ്ഗങ്ങളൊന്നും അവരങ്ങനെ വാങ്ങാറില്ല. ചില കുഞ്ഞുങ്ങൾ പറഞ്ഞു പഴം വേണം, ആപ്പിൾ വേണം. ഞാൻ അവരോട് പറഞ്ഞു വെയിറ്റ് ചെയ്യും, കാരണം നമുക്ക് വില കുറച്ചും കൂടി ഒന്ന് കുറഞ്ഞ്, കാരണം വലിയ തീ പിടിച്ച വിലയിൽ നിന്നും വില കുറഞ്ഞ് അവർക്ക് വാങ്ങിക്കൊടുക്കുവാൻ സാധിക്കുന്ന അവസ്ഥയിൽ ഫലം കഴിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് ഇതുപോലെ വാങ്ങിക്കൊടുത്ത സമയങ്ങളിൽ അവർ വളരെ തൃപ്തിയോടെ, സന്തോഷത്തോടെ, തൃപ്തിയോടെ അത് കഴിക്കുവാനിടയെ തീർന്നു. നമ്മുടെ ജീവിതത്തിലുള്ള ഫലം ഇതുപോലെ, ഞാനൊരു ഉദാഹരണമായി ആപ്പിൾ പറഞ്ഞു, പക്ഷേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഫലം അനേകർക്കൊരു തൃപ്തിയായിത്തീരും, സമാധാനം, ഒരു സംതൃപ്തിയായിത്തീരും. ഒരു പക്ഷേ നാം കണ്ണുനീര് ഒഴുക്കുകയാണ്, നാം തകരുകയാണ്, നാം ഉണങ്ങുകയാണ്, അല്ലെങ്കിൽ നാം വരളുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരു പക്ഷേ വലിയൊരു ക്ഷാമത്തിൻ്റെ അവസ്ഥയിലാണ് നാം കടന്നു പോകുന്നത്. എന്നാൽ നാം നിൽക്കുന്ന നദി, നമ്മെ നട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന നദിയുടെ അരികത്താകുന്നതുകൊണ്ട് നമ്മുടെ വേരുകൾ, നമ്മുടെ ആഴങ്ങൾ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം, പ്രത്യാശയുടെ ആ വേരിൻ്റെ ആഴം ആ നദിയിലേക്കാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് സമയാസമയം നമ്മുടെ മുകൾ വശം, അല്ലെങ്കിൽ നാം ആയിരിക്കുന്നതായ സ്ഥിതി, അല്ലെങ്കിൽ നാം ആയിരിക്കുന്നതായ ആ സമൂഹമായിരിക്കാം, അത് ഉണങ്ങി വരേണ്ട ഒരു സമൂഹമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു എൻകറേജ്മെൻറ്റിന്, പ്രോത്സാഹനത്തിന് ആരുമില്ലായിരിക്കാം, നമുക്കൊരു നല്ല വാക്ക് പറയുവാൻ ആരുമില്ലായിരിക്കാം. എന്നാൽ നമുക്ക് ഒരു പക്ഷേ വളരെ മൂർച്ചയുള്ള ശരങ്ങൾ പോലെ വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ പ്രതിസന്ധികളായിരിക്കാം, വളരെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മുടെ സാഹചര്യങ്ങൾ തന്നെ മുള്ളുപോലെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞുകൊള്ളുന്ന, അല്ലെങ്കിൽ കൂർമ്മയുള്ള ശരം പോലെയുള്ള കുന്തങ്ങൾ പോലെ കയറുന്നതായ ആ വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുന്നു. എന്നാൽ ആ സമയത്ത് നമ്മിലുള്ള ഫലം സന്തോഷത്തിൻ്റെ, ദയയുടെ, പരോപകാരത്തിൻ്റെ, ഇന്ദ്രിയ ജയത്തിൻ്റെ, വിശ്വസ്തയുടെ, വിശുദ്ധിയുടെ, സ്നേഹത്തിൻ്റെ, സത്തുറാനക ക്ഷമയുടെ ആ ഫലമാണ് ദൈവമാഗ്രഹ ഫലം. അവരിൽ വലിയൊരു തൃപ്തി വരുത്തുവാനിടയെ തീരും, അവരിൽ വലിയൊരു പ്രത്യാശ വരുത്തുവാനിടയെ തീരും, അവർ വലിയൊരു സന്തോഷം വരുത്തുവാനിടയെ തീരും, അവർ ക്രിസ്തുവിനെ യഥാർത്ഥമായി രുചിച്ചറിയുവാനിടയെ തീരും. അതുകൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മുടെ പ്രതിസന്ധി എന്തുമാകട്ടെ, ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഓരോ ശബ്ദവും ഓരോ സെൻറ്റൻസും ഞാൻ പറയുന്നത്. കാരണം തിരമാലകളും കൊടുങ്കാറ്റും വളരെ മൂർച്ചയേറിയ അസ്ത്രങ്ങൾ പോലെയുള്ള വാക്കുകളും നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തി ജീവിതങ്ങളിൽ നിന്നുള്ള വളരെ മൂർച്ചയുള്ള വേദനാജനകമായ അനുഭവങ്ങളും അന്നവിധമായ പ്രതിസന്ധികളും ജീവിതത്തിൽ ആഞ്ഞടിച്ച സമയത്ത് ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ കരം പിടിക്കുന്നത് ഞാനാണ്. ഒരു മനുഷ്യനല്ല, ഒരു മാതാവോ ഒരു പിതാവോ അല്ല, ഒരു സഹോദരനോ ഒരു സഹോദരിയല്ല, ഒരു കൂട്ടുകാരോ അല്ലെങ്കിൽ ഒരു ജീവിത സഖിയോ നമ്മുടെ കൂടെയുള്ള കുഞ്ഞുങ്ങളോ
ആരുമല്ല. എന്നാൽ നമ്മുടെ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ സ്കൂളിൽ കടന്നു പോകും, നമ്മുടെ കൂടെ എപ്പോഴും അവരില്ല. നമ്മുടെ ജീവിത സഖ്യം നമ്മുടെ കൂടെ എപ്പോഴുമില്ല. എന്നാൽ നമ്മുടെ കൂടെ എപ്പോഴുമുള്ള സർവശക്തനായ ദൈവം, ഓ റിബാനഗഹത്തന രഗതകല, ആ ദൈവം നമ്മോട് പറയുന്നു, ഞാൻ എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. സർവശക്തനായ ദൈവം നമ്മുടെ ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും പരിശുദ്ധാത്മാവ് നമുക്ക് ഫലം നൽകുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവെ സഹായിക്കുന്ന ദൈവമാണ്. നമ്മെ നേരായ മാർഗത്തിൽ നയിക്കുന്ന ദൈവമാണ്. കരം പിടിച്ചു നടത്തുന്ന ദൈവമാണ്. ഓ റബരഹത്തന രഗതകല. ഒരു വ്യക്തിയെ മാറ്റുവാൻ മറ്റൊരു വ്യക്തിക്ക് സാധ്യമല്ല. എന്നാൽ ഏത് വ്യക്തികളെ മാറ്റുവാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവ്. ഒരു സാഹചര്യം മാറ്റുവാൻ ഒരുപക്ഷെ നമുക്ക് സാധ്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവം സാഹചര്യങ്ങളെ, സ്ഥിതിയെ മാറ്റുന്ന ദൈവമാണ്. പൗലോസിനെ ഭയപ്പെട്ട ജനം കൂട്ടം കൂട്ടമായി റബനഹത്തന ഒരു പ്രാർത്ഥന മുറികളിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥയിൽ, മുട്ടുമേൽ നിൽക്കുന്ന അവസ്ഥയിൽ അതേ മനുഷ്യനെ കൊണ്ട് ദൈവവചനം പ്രസംഗിപ്പിക്കുവാൻ തക്കവണ്ണം, അതേ മനുഷ്യനെ കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, അതേ മനുഷ്യനെ കൊണ്ട് അവർക്ക് വേണ്ടി പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ പറയിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിന്റെ പലവിധ സാഹചര്യങ്ങളായിരിക്കാം, നാം കണ്ടുമുട്ടുന്നതായ വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ ഭവനത്തിന്റെ അകങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ അകത്ത്, നമ്മുടെ സഭകളുടെ അകത്ത്, നമ്മുടെ ബന്ധുമിത്രാദികളിൽ നാം ആഗ്രഹിക്കുന്ന അളവിലുള്ള കാര്യങ്ങളല്ലായിരിക്കാം നടക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ അവരെ ആക്കി തീർക്കുവാൻ തക്കവണ്ണം നാം ആകുന്ന മാധ്യമങ്ങൾ ഒരുക്കപ്പെട്ടാൽ, നാം ആകുന്ന വ്യക്തികൾ ഒരുക്കപ്പെട്ടാൽ, നാം ആകുന്ന വ്യക്തികളിലൂടെ ആത്മാവിൻ്റെ ഫലം, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ പ്രവൃത്തി അവരിലേക്ക് ഒഴുകുവാൻ ഇടയായിത്തീരും. യോസെഫിൻ്റെ ജീവിതത്തിൽ അവനെ തള്ളിക്കളഞ്ഞ കുടുംബം, ആ യോസെഫിൻ്റെ ജീവിതത്തിൽ അവൻ ആരുമില്ലായിരുന്നു, ജയിലിൻ്റെ അവസ്ഥയിൽ, ഒന്നുമില്ലായ്മയിൽ. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ അവിടെ നമുക്ക് വ്യക്തതയോടെ കാണുവാൻ സാധിക്കുന്നു, അവന്റെ സഹോദരന്മാരുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ, ഭൂലോകത്തിന് ശാപം നടന്നപ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം കൊണ്ടുവരുവാൻ തക്കവണ്ണം കഷ്ടതയുടെ തീച്ചൂടിലോ ദൈവം പരിശീലിപ്പിച്ചു കൊണ്ടുവന്ന യോസെഫ്, അവൻ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചു. പ്രതിസന്ധികൾ കഠിനമായപ്പോൾ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. പ്രതിസന്ധികൾ വളരെയധികം ഹല്ലേലൂയ അവനെതിരായി നിന്നപ്പോൾ അവനെ ദ്വേഷിക്കുന്ന, പഴിക്കുന്ന, അവനെ നിന്ദിക്കുന്ന, അപമാനിക്കുന്ന അവസ്ഥയിലൂടെയുള്ള ശബ്ദങ്ങൾ അവന്റെ മുൻപിലല്ലായിരിക്കാം പുറകിലവൻ കേട്ടു, മുൻപിലല്ലായിരിക്കാം അവന്റെ പുറകിലവൻ കേൾക്കുവാൻ ഇടയായി തീർന്നപ്പോഴും അവൻ ഉറച്ചു നിന്നു, ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട്. അങ്ങനെ സംസാരിച്ചവർക്ക് വേണ്ടി, അവർക്ക് ഗുണം ചെയ്യുവാൻ, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അവർക്ക് വിടുതലിന് വേണ്ടി, അവരുടെ സാൽവേഷൻ, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം യോസെഫിനെ എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി തീർന്നുവെങ്കിൽ നാം നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെതായ പല പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം ഉറപ്പോടെ നിൽക്കുന്നുവെങ്കിൽ നമുക്കെതിരായി നിൽക്കുന്നവ വ്യക്തികളായിരിക്കാം, കുടുംബങ്ങളായിരിക്കാം, കൂട്ടങ്ങളായിരിക്കാം, സമൂഹങ്ങളായിരിക്കാം, രാജ്യങ്ങളായിരിക്കാം, എന്തു തന്നെയാകട്ടെ, അതിനെ അവർക്ക് വേണ്ടി അനുകൂലമായ പ്രവൃത്തി നമ്മിലൂടെ ദൈവത്തിന് ചെയ്യാൻ സാധിക്കും. എസ്തേറിനും മൊർദെഖായിക്കും എതിരായി ഒരു ഹാമാൻ അല്ലെങ്കിൽ ആ രാജ്യം തന്നെ ഒരു വിധി എഴുതപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം മൊർദെഖായിയുടെയും എസ്തേറിൻ്റെയും ജീവിതത്തിനായതുകൊണ്ട് മൊർദെഖായും എസ്തേറും ഹൃദയത്തിൽ വിശ്വസിച്ചു. അവർ ദൈവത്തിൽ വിശ്വസിച്ചു, ഹൃദയത്തിൽ സംശയിക്കാതെ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവർ 3 ദിവസവും രാവും ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു, ദൈവത്തെ പ്രത്യാശ വയ്ക്കുവാൻ. അതുകൊണ്ട് എസ്തേർ തൻ്റെ ജീവനെ പോലും പണയം വെച്ച് രാജസന്നിധിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൾ ചെല്ലുവാൻ രാജാവിൻ്റെ ചെങ്കോൽ അവളുടെ മേൽ നീട്ടപ്പെട്ടു. ഈ സമയത്തിനായിട്ടല്ലോ ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ചത് എന്നുള്ള ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായി തീർന്നു. എഴുന്നേറ്റ് പ്രകാശിക്കാം, നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു, ദൈവ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുവാനല്ല, എസ്തേറിനെ പോലെ നമുക്ക് എഴുന്നേൽക്കുവാൻ ഈ സമയത്തിനായിട്ടാണല്ലോ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം സംശയിക്കാതെ, നാം വിശ്വസിച്ചുകൊണ്ട് ഉറപ്പോടെ ദൈവം എന്ത് സംസാരിച്ചു അത് നടക്കുക തന്നെ ചെയ്യും. അസാധ്യമായ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും, അസാധ്യമായ വാഗ്ദത്ത നിവർത്തീകരണം ദൈവം ചെയ്യും. ദൈവം സംസാരിച്ചു അതുപോലെ നടക്കും. എസ്തേറിന്റെയും മൊർദെഖായിയുടെയും ജീവിതത്തിൽ കഴുമരത്തിൽ കയറിയത് മൊർദെഖായി അല്ല, മറിച്ച് ഹാമാനും തൻ്റെ കുടുംബാംഗങ്ങളുമാണ് കഴുമരത്തിൽ കയറുവാൻ ഇടയായി തീർന്നത്. ഓ റബ സത്തുറാനക മൊർദെഖായി എന്നേക്കുമായി നശിപ്പിക്കുവാൻ ഇടയാക്കുമെന്ന് ചിന്തിച്ചപ്പോൾ അതേ രാജസ്ഥാനത്തേക്ക്
അതേ രാജകൊട്ടാരത്തിൽ അവനെ വാഴിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഇടയായി തീർന്നു. ഓ റബ സത്തുറാനക, എല്ലാ യഹൂദരെയും മുടിച്ചു കളയുവാൻ തീരുമാനിച്ചപ്പോൾ അനേകർ യഹൂദ മതത്തിലേക്ക് ഭയപ്പെട്ടുകൊണ്ട് യഹൂദ മതം സ്വീകരിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ ഇടയായി തീർന്നു. നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ ഇടയായി തീരും. റീബാന സത്തുറാനക രഗതകല, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. റീബാന ഹത്തന രഗതകല ജീതര രഗതകല, ഓ റബ സത്തുറാനക രഗതകല ജീതര രഗതകല. पवित्र पवित्र परमेश्वर यीशु मसीह जी, हम आपको धन्यवाद देना चाहते हैं प्रभु जी सुंदर समय के लिए, आपके पवित्र उपस्थिति में आने के लिए परमेश्वर ने हमारी जिंदगियों में आशीष दिया। परमेश्वर प्यारे परमेश्वर के लोगों के लिए धन्यवाद देते प्रभु जी। आपके वचन को सुनने वाले एक एक के जीवन में परमेश्वर के हाथ बढ़ाए प्रभु, एक एक को छूने के लिए प्रार्थना करते परमेश्वर। आपके दास के लिए परमेश्वर आराबाला जीदा राबा सतुराने का रेगदगला अपर रूम प्रेयर लाइन के लिए परमेश्वर हालेलुया। और रबा सतुराने का पास्टर जोसेफ के लिए परमेश्वर, आंटी के लिए प्रभु जी परमेश्वर, उनके बच्चे परमेश्वर, हाले पोते पोती के लिए परमेश्वर, उनके संग परमेश्वर के सेवकाई में आने वाला परमेश्वर के दास दासियों के लिए प्रभु जी। और रबा सतुराने का रेगदगला संध्या सिस्टर के लिए प्रभु, हर एक को यीशु के हाथ में समर्पण करते प्रभु जी। परमेश्वर के आत्मा हर एक के जीवन में कार्य कीजिए। वचन को सुनने वाला एक एक जीवन में आपके आत्मा के अद्भुत काम होने के लिए परमेश्वर ने हमको नियुक्त किया। हमको परमेश्वर परमेश्वर है, हम परमेश्वर ने हमको परमेश्वर फलवंदाई होने के लिए नियुक्त किया। हमारे जिंदगी के द्वारा फल उत्पन्न होने के लिए, एक एक जीवन में फल के द्वारा आशीषित होने के लिए हमारे जीवन को समर्पण करते परमेश्वर। दिया हुआ समय के लिए धन्यवाद। आपके पवित्र चरणों में हमारे को समर्पण करते, हमारे आयु परमेश्वर के हाथ में समर्पण करते हैं। यीशु के आगमन तक, हमारे आखिरी श्वास तक प्रभु आपके बातों को मानकर आपकी इच्छाओं के अनुसार परमेश्वर सच्चाई, ईमानदारी, वफादारी और भय भक्ति के साथ परमेश्वर पवित्रताई के साथ आपके वचन को पकड़ कर आगे बढ़ते जाने के लिए, आत्मा के फल में आगे बढ़ते जाने के लिए प्रभु हमको मदद कीजिए। पिता पुत्र पवित्र नाम के नाम पर आशीष देकर प्रार्थना हमारे उद्धार करते यीशु मसीह के पवित्र नाम से आमीन।